ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 3ാമത്തെ പാഠമാണ്. വൈദ്യുതിയുടെ ലോകം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD7 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു മുത്തശ്ശനും കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഉണ്ട് അല്ലേ? നോക്കൂ. അയ്യോ, കറണ്ട് പോയി, ഒന്നും കാണുന്നില്ലല്ലോ. അവിടെ എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്താൽ പോരെ മുത്തശ്ശ? നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഒരു ഉപകരണമാണ് അല്ലേ എമർജൻസി. കറണ്ട് പോകുന്ന സമയത്ത് കത്തിച്ചു വെക്കുന്ന ഒരു ഉപകരണം. വീട്ടിലെ ഒരു സന്ദർഭമാണ് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ? രാത്രി വൈദ്യുതി ഇല്ലാതാവുമ്പോൾ വെളിച്ചം ലഭിക്കാൻ നാം സാധാരണയായി എന്താണ് ചെയ്യുന്നത്? മെഴുകുതിരി ഉപയോഗിക്കുന്നു, എമർജൻസി ലാമ്പുകൾ ഉപയോഗിക്കുന്നു, മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിക്കുന്നു. വൈദ്യുതി ഇല്ലാതാകുമ്പോൾ പലരും പല സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അത്തരമൊരു സംവിധാനമാണ് എമർജൻസി ലാമ്പ്. നിങ്ങളുടെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ടോ? നമുക്കൊരു എമർജൻസി ലാമ്പ് നിർമ്മിച്ചാലോ? നമുക്ക് എമർജൻസി ലാമ്പ് ഉണ്ടാക്കാനായിട്ട് കഴിയുമോ മക്കളെ? നമുക്ക് നോക്കാം അല്ലേ. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം, എങ്ങനെ നിർമ്മിക്കും, അതൊക്കെ നോക്കാം. എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ്? താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. നമുക്ക് ആ എമർജൻസി ലാമ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ബാറ്ററിയും പിന്നെ അതിൻ്റെ അകത്തേക്ക് വേണ്ട ബൾബുകളും ഒക്കെ വേണ്ടി വരും അല്ലേ. എമർജൻസി ലാമ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എങ്ങനെ ലഭിക്കും? അതിനൊരു ബാറ്ററി വേണം. വെളിച്ചം ലഭിക്കാൻ ബൾബ് ആവശ്യമല്ലേ? യെസ്. ഓരോ ഭാഗവും എങ്ങനെ ബന്ധിപ്പിക്കും? അതിനൊരു സർക്യൂട്ട് വേണം അല്ലേ. സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കും? ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ ആശയം ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് അവതരിപ്പിക്കൂ. വൈദ്യുതി ലഭ്യത. വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മറ്റു പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതോർജ്ജവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. വൈദ്യുതി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? ചില ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു, അവ നിരീക്ഷിക്കൂ. ഇവ ഓരോന്നും പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. നോക്കൂ മക്കളെ, ആദ്യത്തേത് റിമോട്ട് അല്ലേ. റിമോട്ടിൽ എന്താണ്? ബാറ്ററിയാണ്. ക്ലോക്കിൽ ബാറ്ററിയാണ്. അതുപോലെ മൊബൈൽ ഫോണിൽ ബാറ്ററി ഉണ്ട്. എമർജൻസി ലാമ്പിൽ ബാറ്ററി ഉണ്ട്. പിന്നെ ഇസ്തിരിപ്പെട്ടി, അത് നമ്മൾ നേരിട്ട് വീട്ടിലെ പ്ലഗ് ഇൻ ചെയ്തിട്ടാണ് കറണ്ട് എടുക്കുന്നത് അല്ലേ. വൈദ്യുതി നൽകുന്ന ചില സംവിധാനങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, സെല്ലും ബാറ്ററിയും സോളാർ പാനലും ഒക്കെ ഉണ്ടല്ലേ. നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇവ നാം ഉപയോഗിക്കുന്നുണ്ടല്ലോ. വൈദ്യുതി നൽകുന്ന ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. വൈദ്യുത സ്രോതസ്സുകൾ. വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചിരിക്കുന്നു. നാം ഉപയോഗിക്കുമ്പോൾ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇനി എന്താണ് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം? സെല്ലെന്നും ബാറ്ററി എന്നും കേട്ടിട്ടില്ലേ? എന്താണ് സെല്ലുകളും ബാറ്ററികളും തമ്മിലുള്ള വ്യത്യാസം? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഒന്നാമത്തെ ചിത്രം നോക്കൂ, അതൊരു സെല്ലിൻ്റെതാണ്. രണ്ടാമത്തെ ചിത്രം നോക്കൂ, അതൊരു ബാറ്ററിയുടേതാണ്. അതായത് രണ്ട് സെല്ലുകൾ കൂടി ചേർന്നതാണ് ഒരു ബാറ്ററി എന്ന് നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി. 3 രീതിയിൽ സെല്ലുകളെ ബന്ധിപ്പിച്ച ചിത്രങ്ങൾ, അതായത് ABC നൽകിയിരിക്കുന്നത് നിരീക്ഷിക്കൂ. ഇവ മൂന്നും ബാറ്ററി ഉണ്ടാക്കുന്നതിനുള്ള ശരിയായ രീതിയാണോ? ഏതാണ് തെറ്റായ രീതി? ഏതിൽ നിന്നാണ് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത്? ഈ ചിത്രം നോക്കൂ മക്കളെ. ആദ്യത്തെ ചിത്രത്തിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ രണ്ട് പോസിറ്റീവ് പാർട്ട് തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ട് പോസിറ്റീവും ചേർന്നാൽ അത് പ്രവർത്തിക്കുമോ? ഇല്ല. മൂന്നാമത്തെ നോക്കൂ, ഒരു പോസിറ്റീവും നെഗറ്റീവും പിന്നെ അതിൻ്റെ പോസിറ്റീവിലേക്ക് അടുത്തൊരു ബാറ്ററിയുടെ ഒരു സെല്ലിൻ്റെ നെഗറ്റീവും കൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ബി തെറ്റായിട്ടുള്ള രീതിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും? സി, മൂന്നാമത്തെ സെല്ല് ബാറ്ററിയിൽ നിന്നായിരിക്കും കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഈ രണ്ട് ഉപകരണങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ്? ക്ലോക്കിലും മൊബൈൽ ഫോണിലും രണ്ടിലും ബാറ്ററിയിൽ നിന്നാണ്. ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം?
എന്താണ് മക്കളെ, ക്ലോക്കിൽ നമ്മൾ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലെ ചാർജ് തീർന്നാൽ നമുക്ക് വേറെ എന്താണ് റീചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം എന്താണ് വേറെ സെല്ല് വാങ്ങിയിടേണ്ടി വരും, അല്ലെങ്കിൽ പകരം വേറെ ബാറ്ററി വാങ്ങിയിടേണ്ടി വരും. എന്നാൽ മൊബൈൽ ഫോണിലുള്ള ബാറ്ററിയിൽ എന്താണ് പ്രത്യേകത? അതിൻ്റെ ചാർജ് തീർന്നാൽ നമുക്കത് വീണ്ടും പുനരുപയോഗിക്കാം, അല്ലെങ്കിൽ അത് റീചാർജ് ചെയ്തുകൊണ്ട് നമുക്കത് വീണ്ടും പുനരുപയോഗിക്കാനായിട്ട് സാധിക്കും. സെല്ലുകൾ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയും. ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായാൽ നിങ്ങൾ എന്തു ചെയ്യും? നമ്മൾ പുതിയ വേറെ ബാറ്ററി വാങ്ങിയിട്ടു അല്ലേ? എന്നാൽ മൊബൈൽ ഫോണിലെ ചാർജ് തീർന്നാലോ? നമ്മളത് റീചാർജ് ചെയ്യും, അല്ലെങ്കിൽ അത് പ്ലഗ് ഇൻ ചെയ്യും അല്ലേ? ക്ലോക്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സെല്ലിലെ ചാർജ് തീർന്നാൽ ആ സെല്ല് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ മൊബൈൽ ഫോണിലെ ബാറ്ററിയുടെ ചാർജ് കുറയുമ്പോൾ അവ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും കഴിയാത്തവയുമായ സെല്ലുകൾ നിങ്ങളുടെ വീട്ടിലെ വിവിധ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവ തരംതിരിച്ച് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. റീചാർജ് ചെയ്യാവുന്ന സെല്ലുകൾ: മൊബൈൽ ഫോണുകൾ, എമർജൻസി ലാമ്പുകൾ, ലാപ്ടോപ്പുകൾ, പവർ ബാങ്കുകൾ, ശ്രവണ സഹായികൾ, അതായത് നമ്മുടെ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ ഉണ്ടല്ലോ അത്, ക്യാമറകൾ, സ്മാർട്ട് വാച്ചുകൾ. റീചാർജ് ചെയ്യാനാവാത്ത സെല്ലുകൾ: ഫ്ലാഷ് ലൈറ്റുകൾ, കളിപ്പാട്ടങ്ങൾ, അലാറം ക്ലോക്കുകൾ, റിമോട്ട് കൺട്രോൾ വാച്ചുകൾ. ഇതൊക്കെ റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലുകളാണ്. വൈദ്യുതിയുടെ ലഘുചരിത്രം. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി. ഒരുതരം മരക്കറ ഉറച്ചു ഉണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം. വെളിച്ചം ലഭിക്കാൻ വൈദ്യുത ബൾബുകളാണല്ലോ നാം സാധാരണയായി ഉപയോഗിക്കുന്നത്. പലതരം ബൾബുകൾ ഉപയോഗത്തിലുണ്ട്. ഈ ചിത്രം നോക്കൂ. ഏത് ബൾബുകളാണ് എമർജൻസി ലാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്? LED ബൾബുകളാണല്ലേ. എന്താണ് LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ? LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFL-ന്. സമീപകാലം വരെ CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായി ഉപയോഗിക്കുന്നില്ല. CFL-നേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്. പുതിയ തലമുറ LED ബൾബുകളും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ച് അന്വേഷിക്കൂ. നോക്കൂ, ഫിലമെന്റ് ബൾബായിരുന്നു ആദ്യമൊക്കെ, പിന്നെ CFL അഥവാ കോമ്പാക്റ്റ് ഫ്ലൂറസെന്റ് ലാമ്പായി. എന്നാൽ ഇപ്പോൾ LED ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതിൻ്റെ മുഴുവനായിട്ടുള്ള ആ പൂർണ്ണ രൂപം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ മക്കളെ. ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂൾ. നിങ്ങളുടെ ശാസ്ത്ര കിറ്റിൽ കണക്റ്റിംഗ് വയർ, LED മൊഡ്യൂൾ, 9 വോൾട്ട് ബാറ്ററി കണക്ടർ എന്നിവയില്ലേ? ഇവ ഉപയോഗിച്ച് LED മൊഡ്യൂൾ എങ്ങനെ പ്രകാശിപ്പിക്കാമെന്ന് പരീക്ഷിച്ചു നോക്കൂ. പരീക്ഷണം ഗ്രൂപ്പുകളായി ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. എല്ലാ ഗ്രൂപ്പുകൾക്കും ബൾബ് പ്രകാശിപ്പിക്കാൻ സാധിച്ചോ എന്നുകൂടി എഴുതണേ. കണക്ട് ചെയ്ത രീതി ശരിയായിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് മാത്രമേ, ശരിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ബൾബ് പ്രകാശിക്കുകയുള്ളൂ. അതായത് ശരിയായ കണക്ട് ചെയ്ത രീതി നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ വരച്ചു ചേർക്കുകയും വേണം. LED ബൾബ് പ്രകാശിപ്പിച്ചില്ലേ? അതിനായി ഉപയോഗിച്ച വൈദ്യുത സ്രോതസ്, ചാലക കമ്പി എന്നിവ ഏതെല്ലാമെന്ന് എഴുതൂ. ഉപയോഗിച്ച വൈദ്യുത സ്രോതസ് എന്താണ്? 9 വോൾട്ടുള്ള ബാറ്ററിയാണ്. പിന്നെ ചാലകക്കമ്പി ഏതാണ്? കണക്റ്റിംഗ് വയറുകളാണ് കേട്ടോ. ഇനി വൈദ്യുത സർക്യൂട്ട്. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്, ചാലകക്കമ്പി, ഒരു വൈദ്യുതോപകരണം എന്നിവ ഉണ്ടായിരിക്കും. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ചില സർക്യൂട്ടുകളുടെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 3 സർക്യൂട്ടുകൾ തന്നിട്ടുണ്ടല്ലേ. ഈ സർക്യൂട്ടുകളിൽ ബൾബ് പ്രകാശിക്കുമോ? എന്തുകൊണ്ട്? ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ബൾബ് പ്രകാശിക്കില്ല അല്ലേ? കാരണം എന്താണ്? ഈ സർക്യൂട്ടുകളൊന്നും പൂർത്തിയായിട്ടില്ല. നോക്കൂ, ആദ്യത്തേതിൽ ആ റെഡ് ലൈൻ കണ്ടോ? ആ വയറ് ബൾബിലേക്ക് കൂട്ടിമുട്ടിയിട്ടില്ല. രണ്ടാമത്തേതിൽ ആ ബ്ലൂ ലൈൻ കണ്ടോ? അത് നമ്മളുടെ സെല്ലിലേക്ക് കൂട്ടിമുട്ടിയിട്ടില്ല. മൂന്നാമത്തേത് അതുപോലെ റെഡ് ലൈന് തമ്മിൽ കട്ടായിട്ടുണ്ട്, അതും കൂട്ടിമുട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്നും പൂർത്തിയായ സർക്യൂട്ടുകളല്ല. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട് ആണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന സർക്യൂട്ട് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്? അത് തുറന്ന സർക്യൂട്ടാണ്, അഥവാ പൂർത്തിയാവാത്ത സർക്യൂട്ടാണ്. ചുവടെ നൽകിയിരിക്കുന്ന സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ? എന്തുകൊണ്ട്? ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ.
നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒന്നാമത്തെ സർക്യൂട്ട് എന്താണ്, തുറന്ന സർക്യൂട്ടാണ്, അഥവാ അവിടെ കട്ടായിരിക്കുന്നത് കണ്ടോ, അത് സർക്യൂട്ട് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ടാണ് ബൾബ് പ്രകാശിക്കാത്തത്. രണ്ടാമത്തെ സർക്യൂട്ട് അടഞ്ഞ സർക്യൂട്ടാണ്, അഥവാ പൂർത്തിയായ സർക്യൂട്ടാണ്, അതുകൊണ്ടാണ് ബൾബ് പ്രകാശിക്കുന്നത്. മുറിയിലിരിക്കുമ്പോൾ നമുക്ക് ബൾബും ഫാനും പ്രവർത്തിപ്പിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ബൾബിലേക്കും ഫാനിലേക്കുമുള്ള സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ വേണ്ടത്? അടഞ്ഞതാണല്ലേ വേണ്ടത്. നിങ്ങൾ മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബൾബും ഫാനും ഓഫ് ചെയ്യാറില്ലേ? ആവശ്യമുള്ളപ്പോഴൊക്കെ സർക്യൂട്ടുകൾ അടഞ്ഞതും തുറന്നതുമാക്കി മാറ്റുന്നത് എങ്ങനെ? അത് നമുക്കറിയാം, നമ്മൾ സാധാരണ സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയാണല്ലേ ചെയ്യാറുള്ളത്. അപ്പം അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്വിച്ച് എന്നുള്ളത്. ചിത്രം നോക്കൂ. ആവശ്യമുള്ളപ്പോൾ ബൾബ് പ്രകാശിപ്പിക്കാനും ഓഫാക്കാനും എന്ത് മാർഗമാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? നോക്കൂ, ബൾബിൻ്റെയും സെല്ലിൻ്റെയും ഇടയ്ക്ക് ഒരു സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ സ്വിച്ച് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത് അടഞ്ഞതും തുറന്നതുമാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നത്. സ്വിച്ച് ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു. നിങ്ങൾ തയ്യാറാക്കിയ സർക്യൂട്ടിൽ സ്വിച്ച് കൂടി ഉൾപ്പെടുത്താമോ? ഗ്രൂപ്പുകളിൽ ചെയ്ത് നോക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. വിവിധ തരം സ്വിച്ചുകൾ. പല സന്ദർഭങ്ങളിൽ വിവിധ തരം സ്വിച്ചുകൾ നാം ഉപയോഗിക്കുന്നുണ്ട്. അവ പരിചയപ്പെടാം. ആദ്യത്തേത് സാധാരണ സ്വിച്ച്. പിന്നെ ഒരു 2 വേ സ്വിച്ച് ഉണ്ട്, അതായത് ഒരു ഒരു ഉപകരണത്തിലേക്ക് മാത്രമായിട്ട് 2 സ്വിച്ചുകൾ. അതായത് ഇപ്പോൾ റൂമിൽ ഫാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു മെയിനായിട്ടൊരു നമ്മളുടെ സ്വിച്ച് ബോർഡിലൊരു സ്വിച്ച് ഉണ്ടാവും, അതുപോലെ നമ്മളുടെ ബെഡിനടുത്തായിട്ടൊരു സ്വിച്ച് ഉണ്ടാവും. നമുക്ക് കൈകൊണ്ട് പാകത്തിൽ ഓഫാക്കാൻ പാകത്തിനുള്ള ഒരു സ്വിച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സ്വിച്ചിൽ അടഞ്ഞതാക്കുകയും ചെയ്യാം, രണ്ടിലും എന്താക്കാം, നമുക്ക് അറ്റ് എ ടൈം ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം. നമുക്ക് മുകളിലെ സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെയുള്ള സ്വിച്ച് കൊണ്ട് വേണമെങ്കിൽ അതിനെ ഓഫ് ചെയ്യാം. അതുകൊണ്ടാണ് 2 വേ സ്വിച്ച്. പിന്നെ ഉള്ളത് ബെല്ലിൻ്റെ സ്വിച്ചാണ്. പിന്നെ പുഷ് ബട്ടൺ സ്വിച്ച് ഉണ്ട്, സ്ലൈഡിംഗ് സ്വിച്ച് ഉണ്ട്, മെയിൻ സ്വിച്ച് ഉണ്ട്. ഒഴുകുന്ന വൈദ്യുതി. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത്. ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി ബൾബിലേക്ക് എത്തുന്നത് എന്തിലൂടെയാണ്? എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുമോ? ഇല്ല. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളും അല്ലാത്ത വസ്തുക്കളും ഉണ്ടല്ലേ. വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അവ തിരിച്ചറിയുന്നതിന് അനുയോജ്യമായ ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിക്കൂ. ശാസ്ത്ര കിറ്റിൽ നിന്ന് 9 വോൾട്ട് ബാറ്ററി, ചാലക കമ്പി, LED മൊഡ്യൂൾ എന്നിവ എടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്രമീകരിക്കൂ. ഈ സർക്യൂട്ടിൽ LED മൊഡ്യൂൾ പ്രകാശിക്കുമോ? എന്തുകൊണ്ട്? വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് AB എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ അഗ്രങ്ങൾ പരസ്പരം യോജിപ്പിക്കൂ. അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ: സേഫ്റ്റി പിന്ന്, മരക്കഷ്ണം, കടലാസ്, സ്റ്റീൽ സ്കെയിൽ, കരിക്കട്ട, പെൻസിൽ, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് വള, ലോഹവള, നനഞ്ഞ കടലാസ്, ചെമ്പുകമ്പി. ഇതൊക്കെ നമുക്ക് അതിന് പകരമായിട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ സർക്യൂട്ട് പ്രവർത്തിക്കുമോ പ്രവർത്തിക്കില്ല എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ നിരീക്ഷണങ്ങൾ നമ്മളിവിടെ കൊടുക്കണം. നോക്കൂ, നമ്മൾ ആദ്യം കടലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ LED സ്വിച്ച് ഇടുമ്പോൾ LED മൊഡ്യൂൾ പ്രകാശിക്കില്ല, കാരണം വൈദ്യുതി കടത്തിവിടുന്നില്ല. സേഫ്റ്റി പിന്നെ നിരീക്ഷണം: LED മൊഡ്യൂൾ പ്രകാശിച്ചു, നിഗമനം വൈദ്യുതി കടത്തിവിടുന്നു. മരക്കഷ്ണം: LED മൊഡ്യൂൾ പ്രകാശിച്ചില്ല, കാരണം വൈദ്യുതി കടത്തിവിടുന്നില്ല. സ്റ്റീൽ സ്കെയിൽ: LED മൊഡ്യൂൾ പ്രകാശിച്ചു, കാരണം വൈദ്യുതി കടത്തിവിടുന്നു. കരിക്കട്ട നിരീക്ഷണം: LED മൊഡ്യൂൾ പ്രകാശിച്ചു, കാരണം വൈദ്യുതി കടത്തിവിടുന്നു. പെൻസിൽ, ഗ്രാഫൈറ്റ്: LED മൊഡ്യൂൾ പ്രകാശിച്ചു, വൈദ്യുതി കടത്തിവിടുന്നു. പ്ലാസ്റ്റിക് വള: LED മൊഡ്യൂൾ പ്രകാശിച്ചില്ല, വൈദ്യുതി കടത്തിവിടുന്നില്ല. ലോഹവളയാണെങ്കിൽ LED മൊഡ്യൂൾ പ്രകാശിച്ചു, കാരണം വൈദ്യുതി കടത്തിവിടുന്നു. നനഞ്ഞ കടലാസ്: LED മൊഡ്യൂൾ പ്രകാശിച്ചു, വൈദ്യുതി കടത്തിവിടുന്നു. ചെമ്പുകമ്പി: LED മൊഡ്യൂൾ പ്രകാശിച്ചു, വൈദ്യുതി കടത്തിവിടുന്നു. ഇങ്ങനെയാണ് കേട്ടോ പരീക്ഷണങ്ങളുടെ നിഗമനങ്ങളും നിരീക്ഷണങ്ങളൊക്കെ വരുന്നത്. ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ LED പ്രകാശിച്ചു? എന്തായിരിക്കും കാരണം? നമ്മൾ പറഞ്ഞു അല്ലേ, ഏതൊക്കെ വസ്തുക്കളാണ് വൈദ്യുതി കടത്തിവിടുന്നത്, പ്രകാശിച്ചതെന്ന്. വൈദ്യുതി കടത്തിവിടുന്നത് കൊണ്ടാണല്ലോ LED പ്രകാശിച്ചത്. ഏതെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തിവിടുന്നത്? നമ്മൾ ഒരുപാട് ലിസ്റ്റിൽ കണ്ടു, അത് എഴുതി കൊടുക്കുക കേട്ടോ. ഏതെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തിവിടാത്തത്? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. പരീക്ഷണത്തിനായി തയ്യാറാക്കിയ ഉപകരണത്തിലെ AB എന്നീ അഗ്രങ്ങളിൽ 2 വിരലുകൾ വയ്ക്കൂ. LED പ്രകാശിക്കുന്നുണ്ടോ? വയ്ക്കും അല്ലേ, പ്രകാശിക്കില്ല അല്ലേ. വിരലുകൾ നനച്ച ശേഷം ഇതേ പ്രവർത്തനം ആവർത്തിക്കൂ. എന്തു മാറ്റമാണ് കണ്ടത്? വൈദ്യുതി പ്രകാശിക്കും. കാരണം എന്താണ്? കാരണം വൈദ്യുതിയുടെ നല്ലൊരു ചാലകമാണ് ജലം എന്ന് പറയുന്നത്.
അപ്പോൾ കൈ നനഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ കൈ കൊണ്ടൊക്കെ സ്വിച്ച് ഇട്ടാൽ നമുക്ക് ഷോക്ക് ഏൽക്കുന്നത് എന്തുകൊണ്ടാണ്? ജലത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിലൂടെ വൈദ്യുതി പെട്ടെന്ന് കടന്നു പോകും. അതുകൊണ്ടാണ് നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഇടരുത് എന്ന് നമ്മളോട് പറയുന്നത്. ചാലകങ്ങളും ഇൻസുലേറ്ററുകളും. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ ഇൻസുലേറ്ററുകളാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നാം സ്പർശിക്കുന്നുണ്ടോ? ഇല്ല. വൈദ്യുതോപകരണങ്ങളിൽ നാം തൊടുന്ന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചാണ്, അഥവാ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടൊക്കെയല്ലേ. എന്നാൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗങ്ങളോ? അത് ചാലകങ്ങൾ കൊണ്ടാണ്. ഇത്തരത്തിൽ ചാലകങ്ങളും ഇൻസുലേറ്ററുകളും ഉപയോഗിക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. അറിയാവുന്നവ പട്ടികപ്പെടുത്തൂ. ആദ്യം ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭം നോക്കാം. ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പ് കമ്പി. വീട്ടിൽ വൈദ്യുതി എത്തിക്കുന്നതിന് അലുമിനിയം, ചെമ്പ് തുടങ്ങിയ കമ്പികൾ ഉപയോഗിക്കുന്നു. ഉപകരണങ്ങളിൽ വൈദ്യുതി കടന്നു പോവേണ്ട ഭാഗം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നു. ഫ്യൂസ് കമ്പികൾ ചാലകം കൊണ്ട് നിർമ്മിക്കുന്നു. ഇനി ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്ന സന്ദർഭം. ചെമ്പുകമ്പി പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് വയറുകൾ യോജിപ്പിക്കുമ്പോൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കുന്നു. സ്വിച്ചിൽ നാം സ്പർശിക്കുന്ന ഭാഗം പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. വൈദ്യുതോപകരണങ്ങളിൽ നാം സ്പർശിക്കുന്ന ഭാഗം ഇൻസുലേറ്റർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു. വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്ത പരീക്ഷണം ഒരിക്കൽ കൂടി ചെയ്തു നോക്കാം. താഴെ സൂചിപ്പിച്ച വസ്തുക്കൾ ഓരോന്നായി ഉപയോഗിച്ച് എ, ബി ഭാഗങ്ങൾ യോജിപ്പിക്കൂ. അതിന് വേണ്ട സാമഗ്രികൾ: ഇരുമ്പാണി, ചെമ്പുകമ്പി, വെള്ളി ആഭരണം, സ്വർണ്ണാഭരണം, അലുമിനിയം കമ്പി, സിങ്ക് കഷ്ണം, ലെഡ് കമ്പി, മഗ്നീഷ്യം റിബൺ, ടിൻ ഷീറ്റ് കഷ്ണം തുടങ്ങിയവയാണ്. എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുന്നുണ്ടോ? ഉണ്ട്, അല്ലേ? ഈ വസ്തുക്കൾക്ക് പൊതുവായി എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? യെസ്, ഇവയെല്ലാം എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള ലോഹങ്ങളാണല്ലേ. ലോഹങ്ങളെല്ലാം വൈദ്യുത ചാലകങ്ങളാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പരീക്ഷണം കൊണ്ട് സാധിച്ചില്ലേ മക്കളെ? ലോഹങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലൂമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങി അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ്. എന്നാൽ മെർക്കുറി അഥവാ രസം ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് താമ്രശിലായുഗത്തിലെത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത് പ്ലാസ്റ്റിക് വയറിനുള്ളിലുള്ള ലോഹക്കമ്പിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, അല്ലേ? വീട്ടിൽ ഉപയോഗിക്കുന്ന പലതരം വയറുകൾ ഇൻസുലേഷൻ നീക്കി ഉള്ളിലെ ലോഹക്കമ്പികൾ പരിശോധിക്കൂ. നോക്കൂ, താഴെ കാണിച്ചിരിക്കുന്ന പോലെയുള്ള കമ്പികൾ നമുക്കതിൽ കാണാം. ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണ ഉപയോഗിക്കുന്നത്? അലൂമിനിയമാണല്ലേ. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പ് കമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? അന്വേഷിക്കുമല്ലോ. കാരണം ചെമ്പിന് അലൂമിനിയത്തേക്കാൾ വില കൂടുതലാണ്. ചെമ്പ് അലൂമിനിയത്തേക്കാൾ സാന്ദ്രതയും ഭാരവുമുള്ളതാണ്. വായു, ഈർപ്പം എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ചെമ്പ് നാശനത്തിന് വിധേയമാവുന്നു. ഈ കാരണങ്ങളാൽ ഇലക്ട്രിക് ലൈനുകൾക്ക് ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നില്ല. താരതമ്യേന വില കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ അലൂമിനിയം ഇലക്ട്രിക് ലൈനുകൾക്ക് ഉപയോഗിക്കുന്നു. ഇനി കൂടുതൽ സർക്യൂട്ടുകൾ പരിചയപ്പെടാം. LED ഉപയോഗിച്ചാണല്ലോ നാം ഇതുവരെ സർക്യൂട്ടുകൾ തയ്യാറാക്കിയത്. മറ്റുപകരണങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ സർക്യൂട്ടുകൾ തയ്യാറാക്കാൻ കഴിയുമോ? ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിൽ കാണുന്ന വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് അറിയില്ലേ? ഇവ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. കാർഡ്ബോർഡ്, ഹാർഡ് ബോർഡ്, കോർക്ക് ഷീറ്റ് തുടങ്ങി ഏതെങ്കിലും ബോർഡുകളിൽ സർക്യൂട്ട് ക്രമീകരിക്കൂ. ഗ്രൂപ്പുകളിൽ തയ്യാറാക്കിയ സർക്യൂട്ടുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഓരോ ഗ്രൂപ്പും തയ്യാറാക്കിയ സർക്യൂട്ടുകൾ മറ്റു ഗ്രൂപ്പുകൾ പരിശോധിക്കുമല്ലോ. നോക്കൂ, നമുക്കവിടെ സർക്യൂട്ട്, പിന്നെ ബോർഡിൻ്റെ അടിവശം എങ്ങനെയാണ്, ബോർഡിൻ്റെ മുകൾ ഭാഗം എങ്ങനെയാണ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. മിനി മോട്ടോർ, LED മൊഡ്യൂൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിന് വ്യത്യസ്ത സർക്യൂട്ട് തയ്യാറാക്കിയില്ലേ? ഒരു സർക്യൂട്ടിൽ തന്നെ ഇവയെല്ലാം ഉൾപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? വീട്ടിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, അല്ലേ? അതായത് ഓരോ ഉപകരണങ്ങൾക്ക് വ്യത്യസ്ത സ്വിച്ചുകളാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കണക്ഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ എത്ര സർക്യൂട്ടുകൾ വേണ്ടി വരും? നിങ്ങളുടെ ക്ലാസ് മുറിയിൽ എത്ര സർക്യൂട്ട് ഉണ്ടെന്ന് പരിശോധിക്കൂ. ക്ലാസ് മുറിയിൽ ഫാനും ലൈറ്റും അതിനൊക്കെ വേറെ വേറെ സർക്യൂട്ടുകളായിരിക്കും, അല്ലേ?
സർക്യൂട്ടുകൾ തയ്യാറാക്കാൻ എന്തെല്ലാം ഉപകരണങ്ങളാണ് നിങ്ങൾ ഉപയോഗിച്ചത്? മക്കൾ ചെയ്ത പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുക. വയർ മുറിക്കാനും ഇൻസുലേഷൻ കളയാനും വൈദ്യുത പ്രവാഹം പരിശോധിക്കാനും മറ്റുമായി ഇലക്ട്രീഷ്യന്മാർ പല ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിൽ നമുക്ക് കട്ടിംഗ് പ്ലയർ, സ്ട്രിപ്പർ, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ തുടങ്ങിയവയാണ് തന്നിരിക്കുന്നത്. ഇവയോരോന്നും ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഇലക്ട്രീഷ്യനോട് ചോദിച്ച് മനസ്സിലാക്കൂ. കട്ടിംഗ് പ്ലയർ വയർ മുറിക്കുന്നതിന്, സ്ട്രിപ്പർ ഇൻസുലേഷൻ കളയാൻ ഉപയോഗിക്കുന്നു, സ്ക്രൂ ഡ്രൈവർ സ്ക്രൂകൾ മുറുക്കാനും അഴിക്കാനും ഉപയോഗിക്കുന്നു, ടെസ്റ്റർ വൈദ്യുത പ്രവാഹം പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ചിഹ്നങ്ങൾ. ഓരോ ഗ്രൂപ്പും എത്ര സർക്യൂട്ടുകൾ തയ്യാറാക്കി? ഓരോ സർക്യൂട്ടിലും എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എഴുതൂ. സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവയാണ് ചിഹ്നങ്ങൾ. സാധാരണ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. അവ പരിചയപ്പെടൂ. നോക്കൂ, ആദ്യത്തേത് ചാലകക്കമ്പി. ചാലകക്കമ്പിയുടെ ചിഹ്നം എന്താണ് നോക്കൂ, കട്ടിയുള്ള ഒരു വര അല്ലേ. സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതാ 2 വരകൾ നമുക്കതിന് ഇങ്ങനെ മുകളിലേക്ക് തുറന്നിരിക്കുകയാണ് ചെയ്യുന്നത്. സ്വിച്ച് ഓൺ എന്ന് പറയുമ്പോൾ അത് പൂർത്തിയാക്കുന്നു. സെല്ലിന് ഇതുപോലെയുള്ള ചിഹ്നം. ബാറ്ററിക്ക് ഏതാണ് ചിഹ്നം? ബാറ്ററിക്ക് സെല്ലിൻ്റെ 2 ചിഹ്നങ്ങളുണ്ട് കേട്ടോ. പിന്നെ പ്രകാശിക്കാത്ത ബൾബ്, പ്രകാശിക്കുന്ന ബൾബ്, ബസർ, മിനി മോട്ടോർ, LED. ഇവ ഓരോ സിമ്പലുകളും പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ആവശ്യമായിട്ട് വരും. തന്നിരിക്കുന്ന സർക്യൂട്ടുകൾ ശ്രദ്ധിക്കൂ. ഇവയിൽ ABCD എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഏതാണ്? A പ്രകാശിക്കാത്ത ബൾബാണ്, B സെല്ലാണ്, C സ്വിച്ച് ഓഫ് ആണ്, D ചാലക കമ്പിയാണ്. ഇനി സർക്യൂട്ട് 2 നോക്കൂ. A പ്രകാശിക്കുന്ന ബൾബാണ്, B സെല്ലാണ്, C സ്വിച്ച് ഓൺ ആണ്, D ചാലക കമ്പിയാണ്. 2 സർക്യൂട്ടുകളും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഒന്നാമത്തേതിൽ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ട് ബൾബ് പ്രകാശിക്കുന്നില്ല. രണ്ടാമത്തേതിൽ സ്വിച്ച് ഓൺ ആണ്, അതുകൊണ്ട് ബൾബ് പ്രകാശിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ നിർമ്മിച്ച സർക്യൂട്ടുകൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കൂ. സർക്യൂട്ടിൽ നിന്ന് ഉപകരണത്തിലേക്ക്. എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ നമുക്ക് 9 വോൾട്ട് ബാറ്ററിയും LED മൊഡ്യൂളും ഉപയോഗിക്കാം. ഇവ ഉപയോഗിച്ച് എങ്ങനെയാണ് സർക്യൂട്ട് ക്രമീകരിക്കുന്നത്? ഏതെല്ലാം ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കണം? വരച്ചു നോക്കൂ. സർക്യൂട്ട് ക്രമീകരിച്ച് LED പ്രകാശിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. സിമ്പിളാണല്ലേ മക്കളെ? ഒരു റെഡ് വയറും ബ്ലൂ വയറും ഉണ്ട്. ആ വയർ ബാറ്ററിയുടെ 2 അറ്റങ്ങളിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു വയറിൽ നമ്മൾ LED മൊഡ്യൂളുമായിട്ട് കണക്ട് ചെയ്യണം. ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സ്വിച്ച് ഉപയോഗിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു സ്റ്റാൻഡ് കൂടി ആവശ്യമുണ്ട്. സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനുള്ള എളുപ്പ വഴിയാണ് ചിത്രങ്ങളിൽ 1, 2, 3, 4 ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അവ പരിശോധിച്ച് എന്തെല്ലാം വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തൂ. സ്റ്റാൻഡിൻ്റെ നിർമ്മാണ രീതി. ചിത്രം 1 കാണിച്ചിരിക്കുന്നത് പോലെ വാവട്ടമുള്ള 1/2 ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. കുപ്പിയിൽ മണൽ നിറയ്ക്കുക. അടപ്പിൽ ചിത്രം 2 കാണിച്ചിരിക്കുന്നത് പോലെ 2 സുഷിരങ്ങൾ ഉണ്ടാക്കുക. ചിത്രം 3 കാണുന്ന പോലെ പൈപ്പിലും സുഷിരങ്ങൾ ഉണ്ടാക്കുക. അടപ്പിലെ സുഷിരത്തിൽ PVC പൈപ്പ് വച്ച ശേഷം ചിത്രം 4 നോക്കി സർക്യൂട്ട് ക്രമീകരിക്കുക. ചിത്രങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രത്തിലെ പോലെ പ്ലാസ്റ്റിക് കുപ്പിയിൽ മണൽ നിറയ്ക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ചിത്രം നോക്കൂ, എങ്ങനെയൊക്കെയാണ് വാവട്ടം ഉള്ള രീതിക്ക് എങ്ങനെയൊക്കെയാണ് ഹോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അത് സ്വിച്ച് വെക്കാനുള്ള ഗ്യാപ്പും PVC പൈപ്പ് കയറ്റാനുള്ള ഗ്യാപ്പൊക്കെ എങ്ങനെയാണെന്ന് നോക്കുക. പിന്നെ 3-ാമത്തെ ചിത്രത്തിൽ നോക്കുക. 4-ാമത്തെ ചിത്രത്തിൽ കണ്ടോ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണ് ആ സ്റ്റാൻഡ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ടീച്ചർ നിങ്ങളെ സഹായിക്കും. ക്ലാസ്സിലെ ടീച്ചർ നിങ്ങളെ സഹായിക്കും. ആ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്താലേ മനസ്സിലാവുകയുള്ളൂ. നമ്മളിങ്ങനെ വായിച്ചു പോയതുകൊണ്ട് മനസ്സിലാവണം എന്നില്ല. എമർജൻസി ലാമ്പ് നിർമ്മിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. LED-യിൽ നിന്ന് സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് ബാറ്ററിയിലേക്കും പോകുന്ന വയറുകൾ പുറത്ത് കാണാത്ത വിധം സർക്യൂട്ട് ക്രമീകരിക്കണം. ബാറ്ററി മണലിൽ ഉറപ്പിച്ചു വയ്ക്കണം. എമർജൻസി ലാമ്പ് കുപ്പിയിൽ പിടിച്ച് മാത്രമേ എടുക്കാവൂ. എല്ലാ ഭാഗത്തേക്കും വെളിച്ചം ലഭിക്കാൻ ഒന്നിലധികം LED മൊഡ്യൂളുകൾ ഉപയോഗിക്കാം. എമർജൻസി ലാമ്പ് ഭംഗിയാക്കാൻ വിവിധ നിറങ്ങളിലുള്ള ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കാം. ഓരോ ഗ്രൂപ്പും നിർമ്മിച്ച എമർജൻസി ലാമ്പ് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ഗ്രൂപ്പ് നിർമ്മിച്ചതാണ് മികച്ചതെന്ന് കണ്ടെത്തൂ. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മക്കളെ വിലയിരുത്തേണ്ടത്? പ്രവർത്തനക്ഷമത, പിന്നെ അതിൻ്റെ ഭംഗി, അതിൻ്റെ ഈട് അല്ലെങ്കിൽ ഉറപ്പ്, ഇതൊക്കെ എങ്ങനെയാണ്, അതിനനുസരിച്ച് വേണം ഏത് ഗ്രൂപ്പാണ് മികച്ചതെന്ന് തീരുമാനിക്കാൻ. ഗാർഹിക വൈദ്യുതി അഥവാ നമ്മുടെ വീടുകളിലേക്ക് ലഭിക്കുന്ന വൈദ്യുതി. എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ 9 വോൾട്ട് ബാറ്ററിയാണല്ലോ നമ്മൾ ഉപയോഗിച്ചത്. ബാറ്ററിയുമായി ബന്ധിപ്പിച്ച വയർ സ്പർശിച്ചു പോയാൽ ഷോക്ക് ഏൽക്കുമോ? ഇല്ല അല്ലേ? എന്നാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നു പോയാൽ ഷോക്ക് അടിക്കുമല്ലോ. എന്താണ് കാരണം?
കാരണം വീടുകളിൽ 230 വോൾട്ട് വൈദ്യുതിയാണ് എത്തുന്നത്. പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ശക്തി കൂടിയ വൈദ്യുതി ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വോൾട്ടിൻ്റെ ബാറ്ററികൾ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്താണ് വൈദ്യുത ഷോക്ക്? ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ളൊരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ്. തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ. ഷോക്ക് ഏൽക്കാനിടയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി അതത് കോളങ്ങളിൽ ടിക്കടയാളം ചേർക്കൂ. ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഷോക്ക് ഏൽക്കുമോ? ഇല്ല അല്ലേ. സ്വിച്ച് ഓൺ ആക്കിയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു, അപ്പോൾ ഷോക്ക് അടിക്കും. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഷോക്ക് അടിക്കും. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അഴിച്ചെടുക്കുന്നു, അപ്പോൾ ഷോക്ക് അടിക്കില്ല. സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗിൻ ഊരുന്നു, അപ്പോൾ ഷോക്ക് അടിക്കാം. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു, അപ്പോഴും ഷോക്ക് അടിക്കാം. സ്വിച്ച് ഓൺ ചെയ്ത് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നു, ഷോക്ക് അടിക്കാം. വസ്ത്രങ്ങൾ അയൺ ചെയ്യുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു, അപ്പോൾ ഷോക്ക് അടിക്കില്ല അല്ലേ. ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തിയില്ലേ? നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അപകടകരമായ ഷോക്കേറ്റ അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുക. ക്ലാസ്സിലെ അനുഭവം പങ്കുവയ്ക്കുക. വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നിർമ്മാതാവിൻ്റെ നിർദ്ദേശങ്ങളും സുരക്ഷാ മാർഗങ്ങളും വായിക്കുക. ഉപയോഗിക്കാത്തപ്പോൾ വൈദ്യുതോപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും പ്ലഗിൻ ഊരുകയും ചെയ്യുക. എളുപ്പം തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളിൽ നിന്ന് വൈദ്യുതോപകരണങ്ങൾ സുരക്ഷിത അകലത്തിൽ വയ്ക്കുക. നനഞ്ഞ കൈകൊണ്ട് വൈദ്യുതോപകരണങ്ങൾ കൈകാര്യം ചെയ്യരുത്. പൊട്ടിയ വയറുകളോ പ്ലഗുകളോ ഉള്ള വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കരുത്. വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാത്തപ്പോഴോ വൃത്തിയാക്കുന്നതിന് മുൻപോ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യുകയും പ്ലഗിൻ ഊരുകയും ചെയ്യുക. വൈദ്യുതോപകരണങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാകാതെ സൂക്ഷിക്കുക. മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ? മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഷോക്കേറ്റ് കിടക്കുന്ന ഒരാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? അയാൾക്കും ഷോക്കേൽക്കും അല്ലേ, നമുക്കും ഷോക്കേൽക്കില്ലേ? അതിനാൽ ഒരു കാരണവശാലും ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ സ്പർശിക്കാൻ പാടില്ല. ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നാം ഉടനടി ചെയ്യേണ്ടത് എന്തെല്ലാമാണ്? വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്യൂട്ടിൽ നിന്ന് തള്ളിമാറ്റണം. ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നതുവരെ ഇത് ചെയ്യണം. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിലെത്തിക്കണം. ജനറേറ്റർ. മേളകളോ PTA പൊതുയോഗങ്ങളോ നടക്കുമ്പോൾ സ്കൂളിൽ ജനറേറ്റർ കൊണ്ടുവരാറില്ലേ? എന്തിനാണ് ജനറേറ്റർ കൊണ്ടുവരുന്നത്? കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് വൈദ്യുതി ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഏത് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നത്. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായും മാറുന്നുവെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സ്കൂളിലും വീടുകളിലുമൊക്കെ വൈദ്യുതി ലഭിക്കാൻ സ്ഥിരമായി ജനറേറ്റർ ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല. ഡീസലിൻ്റെ വില, മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യൂ. എന്താണ് പരിഹാരം? എന്താ മക്കളെ, നമുക്ക് ഡീസലിനും പെട്രോളിനൊക്കെ വില അധികമായതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല വായു മലിനീകരണവും ശബ്ദ മലിനീകരണവും ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണമാവും. ജലവൈദ്യുത നിലയം. ഉയരമുള്ള പോളുകളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികൾ കണ്ടിട്ടില്ലേ? എവിടെ നിന്നാണ് ഈ കമ്പികൾ വൈദ്യുതി കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നത്. ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ്? അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഗാർഹിക ആവശ്യത്തിനൊക്കെയുള്ള വൈദ്യുതി ലഭിക്കുന്നത്.
കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. ഇന്ധനങ്ങളുടെ വില, മലിനീകരണം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഡീസൽ ജനറേറ്ററുകളെ അപേക്ഷിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ മേന്മ ചർച്ച ചെയ്യൂ. ജലത്തിൽ നിന്നുള്ള വൈദ്യുതി ആയതുകൊണ്ട് തന്നെ അതിനെന്താണ് ചെലവ് കുറവാണ്. അല്ലെങ്കിൽ ഡീസലിനെയും പെട്രോളിനെയും ഒന്നും അപേക്ഷിച്ച് വിലയൊന്നുമില്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ചിലവ് കുറവാണെന്ന് പറയാം. അതുപോലെ മലിനീകരണം ഇല്ല. വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള മറ്റ് സാധ്യതകൾ നോക്കൂ. താപവൈദ്യുത നിലയം, ആണവോർജ്ജ നിലയം, കാറ്റാടിപ്പാടം. ഈ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കൽക്കരി, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും കാറ്റിൻ്റെയും തിരമാലയുടെയും ശക്തി ഉപയോഗിച്ചും ആണവോർജ്ജം ഉപയോഗിച്ചും വിവിധ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. സോളാർ പാനൽ, ചന്ദ്രയാൻ 3, സോളാർ കാറ്. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ. ഭാവിയിൽ വരാവുന്ന ഊർജ്ജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സൗരോർജ്ജം. ചെലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജ്ജം പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസിച്ചു വരേണ്ടതുണ്ട്. ഇതിനായുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. വൈദ്യുതി പാഴാക്കല്ലേ. കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരില്ലേ. ഇവിടെ നമുക്കൊരു പോസ്റ്റർ തന്നിട്ടുണ്ട്, നോക്കൂ. സേവ് ഇലക്ട്രിസിറ്റി. എന്ത് സന്ദേശമാണ് ഈ പോസ്റ്റർ നൽകുന്നത്? നമുക്ക് വൈദ്യുതി പാഴാക്കാൻ പാടില്ല എന്ന സന്ദേശമാണല്ലേ. വൈദ്യുതി പാഴാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് ചർച്ച ചെയ്യൂ. ആളില്ലാത്ത മുറിയിൽ ബൾബ് പ്രകാശിക്കുന്നു, ഫാൻ പ്രവർത്തിക്കുന്നു, TV പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ആരും കാണുന്നില്ല. പകൽ സമയത്തും ബൾബുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, റെഫ്രിജറേറ്റർ തുറന്നു വച്ചിരിക്കുന്നു. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്, വൈദ്യുതോപകരണങ്ങൾ പൂർണ്ണമായി ചാർജ് ചെയ്തതിനു ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുന്നത്, ഉപയോഗത്തിലല്ലാത്തപ്പോൾ ചാർജറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്ലഗിൽ കുത്തിവച്ചിരിക്കുന്നു. ഇതെല്ലാം വൈദ്യുതി പാഴാവുന്ന സന്ദർഭങ്ങളാണ്. ആരും ഉപയോഗിക്കാനില്ലാത്തപ്പോഴും നിങ്ങളുടെ ക്ലാസ്സിൽ ഫാന്, ബൾബ് ഇവയുടെ സ്വിച്ചുകൾ ഓണായി കിടക്കാറുണ്ടോ? വൈദ്യുതി പാഴാകാതിരിക്കുന്നതിനും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതിനും നാം ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ ഉൾപ്പെടുത്തി ഒരു പോസ്റ്റർ നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. വൈദ്യുതി പാഴാകാതിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ താഴെ തന്നിരിക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യുക. പകൽ സമയത്ത് കഴിവതും ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. LED ലൈറ്റുകൾ ഉപയോഗിക്കുക. വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാത്തപ്പോൾ പ്ലഗ് ഊരിയിടുക. പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. വൈദ്യുതോപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ നക്ഷത്ര അടയാളങ്ങളുള്ളവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വിലയിരുത്താൻ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിപ്പിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകുന്നു, പ്രകാശോർജ്ജം രാസോർജ്ജമാകുന്നു, രാസോർജ്ജം ആദ്യം വൈദ്യുതോർജ്ജവും പിന്നീട് പ്രകാശോർജ്ജവുമാവുന്നു, രാസോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ഇതിൽ C ആണ് കേട്ടോ ശരിയായ ഉത്തരം. ആദ്യം രാസോർജ്ജം വൈദ്യുതോർജ്ജമാകും, പിന്നീട് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകും. ചോദ്യം 2. തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്? ഫാന് കറങ്ങുന്നു, കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു, മിക്സി പ്രവർത്തിക്കുന്നു, ബൾബ് പ്രകാശിക്കുന്നു. ഇതിൽ തുറന്ന സർക്യൂട്ട് വരുന്നത് B ആണ്, അതായത് കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നത് കേട്ടോ. ചോദ്യം 3. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സോളാർ പാനൽ, ഡീസൽ, പെട്രോൾ, കൽക്കരി. സോളാർ പാനലിൽ നിന്നാണ്. ചോദ്യം 4. കേരളത്തിൽ വേനൽക്കാലത്ത് ചിലപ്പോൾ വൈദ്യുതി ക്ഷാമം ഉണ്ടാകാറുണ്ട്, എന്തുകൊണ്ട്? കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നാണ്. വേനൽക്കാലത്ത് ജലസംഭരണികളിലെയും നദികളിലെയും ജലനിരപ്പ് കുറയുന്നു. ഇത് ജലവൈദ്യുത ഉൽപ്പാദനത്തിനുള്ള ശേഷി കുറയ്ക്കുന്നു. ചോദ്യം 5. ജലാശയത്തിലേക്ക് വൈദ്യുത കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടോ, എന്തുകൊണ്ട്? ഉണ്ട്. ജലാശയത്തിലേക്ക് വൈദ്യുത കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നവർക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. വെള്ളം വൈദ്യുതിയുടെ നല്ല ചാലകമാണ്. അതിനാൽ വൈദ്യുതി ജലത്തിലൂടെ പെട്ടെന്ന് വ്യാപിക്കുകയും ആ വെള്ളത്തിൽ നിൽക്കുന്നവർക്കും സമീപമുള്ളവർക്കും വൈദ്യുതാഘാതം ഉണ്ടാവുകയും ചെയ്യും. ചോദ്യം 6. തുറന്ന സർക്യൂട്ടിന്റെ ചിത്രം നിരീക്ഷിക്കൂ. ഇതിനെ അടഞ്ഞ സർക്യൂട്ടാക്കി മാറ്റി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ക്രമീകരിക്കൂ. നോക്കൂ, ഇങ്ങനെയാണ് വരുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്? ആദ്യം ഈ 2 വയറുകളും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലേ, സെല്ലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ പ്രകാശിക്കാത്ത ബൾബ് എന്താവുന്നു? പ്രകാശിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠത്തിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്